കാസർകോട്ടേക്കാണ്. അമ്പലത്തറയിൽ CPIM നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തു എറിഞ്ഞ രതീഷ്, കണ്ണോത്തുതട്ട് സ്വദേശി ഷമീർ എന്നിവരാണ് പ്രതികൾ. ഇരുവരും ചേർന്ന് നടത്തിയ ആസൂത്രിത ആക്രമണമെന്നാണ് FIR. ഷമീറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം. അർജുൻ ഹേമ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ ഹേമ, ആക്രമണത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുകയാണ്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ? സുജയ, അതുപോലെ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ഇത്തരത്തിൽ ആ പ്രദേശത്ത് ഈ രതീഷ് ചില അക്രമ സംഭവങ്ങൾ നടത്തുന്ന ആളാണെന്നുള്ളൊരു വിവരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പാറപ്പള്ളി കണ്ണോത്ത് എന്ന ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഗൃഹസന്ദർശനം നടത്തിയ ഈ CPIMന്റെ നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുകൊണ്ടൊരു ആക്രമണം നടത്തിയത്. 4 ആളുകൾക്കെതിരെയാണ് ഈ ആക്രമണം നടത്തിയത്. ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആദ്യം തന്നെ പുറത്തു വന്നത് രതീശന്റെ പേരായിരുന്നു. മാന്തി രതീഷ് എന്ന് പറയുന്ന ആളുടെ പേരായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ലോക്കൽ സെക്രട്ടറിമാരായ അനൂപ്, ബാബുരാജ്, DYFI മേഖലാ സെക്രട്ടറി അരുൺ, ബാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഏകദേശം 7-നും 9-നും ഇടയ്ക്കായിരുന്നു ഈ സംഭവം, കണ്ണോത്ത് ഭാഗത്ത് സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിരവധി തവണ ഇവർ ഇങ്ങനെ ഈ പാർട്ടി നേതാക്കൾ തമ്മിൽ ഇത്തരത്തിൽ വാക്കേറ്റവും അതുപോലെ തന്നെ തർക്കങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് ഈ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ഒരു തർക്കവും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രതീഷ് ഈ നേതാക്കളെ ഇത്തരത്തിൽ 4 പേരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നേതാക്കൾ ഓടി രക്ഷപ്പെട്ടതിനാൽ തന്നെ അവർക്ക് മറ്റ് പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ വീടിന് ഈ ഷമീർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. ഷമീറിന്റെ വീടിനടുത്തുള്ള ആമിന എന്ന് പറയുന്ന സ്ത്രീക്ക് പരിക്കേറ്റുകയും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സയിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമ്പലത്തറ പോലീസ് കേസ് അന്വേഷിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പേര് പുറത്തു വന്ന ഈ രതീഷിന് പുറമെ ഈ കണ്ണോത്ത് തട്ട് സ്വദേശി അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു, അതായത് ഈ ഷമീറിന്റെ വീട്ടിലായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. അതിൽ ഷമീറിനും പങ്കുണ്ട്. 2 പേരും, അതായത് രതീഷും ഷമീറും ചേർന്ന് ഒരു ആസൂത്രിതമായ നീക്കമാണ് ഈ പ്രവർത്തകർക്ക് നേരെ നടത്തിയത് എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസ് നടത്തിയതിന് പിന്നാലെയാണ് നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പാർട്ടി മറ്റു പ്രതികരണങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഷമീറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം. ഇതിൽ റിപ്പോർട്ടറിന് ഇതിന്റെ FIRന്റെ പകർപ്പ് ലഭിക്കുകയും ചെയ്തു. സുജയ. അർജുൻ ഹേമയാണ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ട് നിന്ന് FIRന്റെ പകർപ്പിലെ വിവരങ്ങളടക്കം അർജുൻ പങ്കുവയ്ക്കുകയായിരുന്നു.